ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലും കർഷകർ ഏതാനും ആഴ്ചകളായി തികച്ചും വ്യത്യസ്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. സ്വന്തം രാജ്യ തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ തങ്ങളെ അനുവദിക്കാത്ത ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ ഹിസാർ മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി രൺദീപ് സിംഗ് ചൗട്ടാലയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം പ്രതിഷേധത്തിൽ മുങ്ങി. ദേവ ഗ്രാമത്തിലെ വേദിയിലേക്ക് കർഷകർ കരിങ്കൊടികളുമായി ഇരിച്ചു കയറി. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് 100ഓളം കർഷകർ ട്രാക്ടറുകളിലെത്തിയത്. കേന്ദ്ര സംസ്ഥാന ബി.ജെ.പി സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങളെക്കുറിച്ചുള്ള പ്രതിഷേധക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി രൺദീപിന് ഉത്തരം മുട്ടി. യന്ത്രത്തോക്കുകളേന്തിയ കരിമ്പൂച്ചുകളുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്ന് രൺദീപ് വിയർത്തു. മറ്റൊരു വഴിയിലൂടെ എത്തി യോഗം നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് സ്ഥാനാർത്ഥി കർഷകരുടെ നടുവിൽപ്പെട്ടത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായ രൺബീർ ഗാംഗയുടെ ഗ്രാമത്തിലാണ് സംഭവം. അദ്ദേഹവും കർഷക രോഷത്തിന്റെ ചൂടറിഞ്ഞു. ദയാ ഗ്രാമത്തിലും രൺദീപിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. കർഷകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞാണ് രൺദീപിന് ഗ്രാമം വിടാനായത്. കർണാൽ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറും കരിങ്കൊടി പ്രതിഷേധം നേരിട്ടു. പാനിപ്പത്തിലെ ദിവാന ഗ്രാമത്തിൽ ഖട്ടർ നടത്തിയ റോഡ് ഷോയ്ക്കിടെയാണ് സ്ത്രീകൾ അടക്കമുള്ളവർ പ്രതിഷേധിച്ചത്. ഖട്ടറും റാലികൾ റദ്ദാക്കാൻ നിർബന്ധിതനായിരുന്നു. കർഷക രോഷം തുടരുന്നതിനാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 റാലികൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു.